ഞങ്ങളാകെപ്പാടെ ആദ്യം പൊട്ടിക്കട്ടെ, അപ്പോൾ റിസൾട്ട് വരും. റിസൾട്ട് വരുമ്പോൾ UDF എത്ര എന്ന് തീരുമാനം വരും. അതിനുശേഷമുള്ള കാര്യങ്ങളുടെ ഫാഗ് എൻഡിലല്ലേ ഇതുപോലുള്ള ചർച്ചകൾ വരുമോ. അതിന് പ്രിമച്വറായിട്ടൊരു ചർച്ച കൊണ്ടുവന്ന് ഈ നടക്കാൻ പോകുന്ന ഒരു നല്ല റിസൾട്ടിനെ കുറിച്ച് അതിൻ്റെ ഗ്ലാമർ ഇല്ലാതാക്കുന്നത് എന്തിനാണ്? അതുകൊണ്ട് അതിൻ്റെയൊക്കെ ഒരു പ്രോസസ്സുണ്ട്, ഏത് പാർട്ടിയിലും ഉണ്ട്. ഇന്ത്യൻ നാഷണൽ കോൺഗ്രസിനകത്തുള്ള പ്രോസസ്സ് ഇതിനോടകം തന്നെ പറഞ്ഞിട്ടുമുണ്ട്. ഒരിക്കൽ കൂടി പറയുകയാണ്, അതിൻ്റെ തീരുമാനമെടുക്കുന്നത് അതിൻ്റെ ആ പ്രോസസ്സിൽ കൂടെ മാത്രമേ വരികയുള്ളൂ. പെട്ടി തുറക്കുന്നതിന് മുമ്പേ ഇത് നമ്മൾ ഒരു പ്രഖ്യാപനം നടത്തുന്നത് ഒട്ടും ശരിയല്ല. അത് ആരും ചെയ്യും എന്നെനിക്ക് തോന്നുന്നില്ല. അതുകൊണ്ട് ഈ നമ്മളുടെ വലിയ വിജയത്തിൻ്റെ ഗ്ലാമർ തകർക്കാൻ വേണ്ടി നടത്തുന്ന ശ്രമത്തിൻ്റെ ഭാഗമാണ്. ഞാൻ അതിനോട് യോജിക്കുന്നുമില്ല. അത്തരം ആളുകളോട് നിർദ്ദേശം നൽകും, ഇങ്ങനെ അനാവശ്യ ചർച്ചകൾ നടത്തുന്ന പ്രത്യേക നിർദ്ദേശം കൊടുക്കേണ്ട കാര്യമില്ല. കാരണം എല്ലാവർക്കും അറിയാമല്ലോ, ഭൂരിപക്ഷം ഉണ്ടെങ്കിലേ ഗവൺമെൻറ് ഉണ്ടാവുമോ. ആ ഗവൺമെൻറ് ഉണ്ടാക്കുന്നതിന് വേണ്ടി ഇന്ത്യൻ നാഷണൽ കോൺഗ്രസ് എന്ന ദേശീയ പാർട്ടി ഇവിടെ ആരെങ്കിലും വഴിയിൽ നിന്ന് വർത്തമാനം പറഞ്ഞാണോ അതുണ്ടാക്കുന്നത്? അതൊക്കെ തീരുമാനിക്കുന്നു. അതിൻ്റേതായ സമിതികളും അതിൻ്റേതായ ഭരണഘടനാപരമായ കാര്യങ്ങളും അതിൻ്റെ കീഴ്വഴക്കങ്ങളുമുണ്ട്. അതിനെ ലംഘിച്ചുകൊണ്ട് പോകാൻ ആരും തയ്യാറാവില്ല. ആരെങ്കിലും സ്ട്രേ ഇൻസിഡൻസ് എന്നുള്ള നിലയിൽ ഒരു അഭിപ്രായം പറഞ്ഞൊന്നിരിക്കാം. ആ അഭിപ്രായമല്ലല്ലോ. നമ്മൾ മുന്നോട്ട് പോകുമ്പോൾ എടുക്കേണ്ട ചില നിശ്ചിതമായ നിബന്ധനകളുണ്ട്. ആ നിബന്ധനകളുടെ ലൈനിൽ കൂടി മാത്രമേ ഇതും ഉണ്ടാവുകയുള്ളൂ എന്നുള്ളതാണ് യാഥാർത്ഥ്യം.